നിങ്ങൾക്ക് എന്നോട് ദേഷ്യണ്ട, എന്നോട് ദേഷ്യപ്പെടരുതിപ്പോ, എന്നോട് ക്ഷമിക്കണപ്പോ. എന്നോട് ക്ഷമിക്കണപ്പാ, എന്നോട് ക്ഷമിക്കൂലേ? കുറച്ച് ദിവസത്തിന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടാക്കിയതാണ്, പക്ഷെ നിങ്ങൾ എന്നേക്കാളെ പോയത്. കരയുന്നുണ്ടല്ലേ? എന്നോട് ക്ഷമിക്കണപ്പോ, എന്നോട് ക്ഷമിച്ചു എന്ന് പറയപ്പോ. ഇപ്പ എന്താ സംഭവം? എന്താ സംഭവം എന്ന് പറയാ, ഞാൻ ഇന്നും കാണലുണ്ട്. ഇത് പണിക്കാരൻ വരുന്ന നമുക്കൊന്ന് ചോദിച്ചു. ചേട്ടാ ഒരു മിനിറ്റ്. ഇപ്പൊ അവിടുന്ന് ഒരാൾ പോന്നല്ല കരഞ്ഞുകൊണ്ട്, അയാൾ ഇടക്കിടക്ക് ദേവര് പോകുന്നുണ്ടല്ലോ, എന്താ സംഭവം? അത് വലിയൊരു കഥയാണ്. അയാളെ പേര് റഷീദ് എന്നാണ്. അയാൾ നല്ല സന്തോഷപരമായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. സ്വന്തം ബാപ്പാന്ന് വെച്ച ഭയങ്കര ജീവനായിരുന്നു. പിന്നെ ജീവിതത്തിലെ തിരക്കും വീട്ടിലെ പ്രശ്നങ്ങളും, അത് മാത്രമല്ല ചില ആൾക്കാരുടെ ഉപദേശങ്ങളും മൂപ്പരെ തെറ്റായ ഒരു തീരുമാനത്തേക്ക് എത്തിച്ച്. അങ്ങനെ ഒരു ദിവസം എവിടെക്കാടാ ചിന്ന കൊണ്ടുകൊണ്ട് എത്തിക്കണേ. ഇറങ്ങി ഇറങ്ങിപ്പോ. എവിടെക്കാടാ കൊണ്ടുകൊണ്ട്? ഇങ്ങോട്ട് ഇറങ്ങി. എവിടെക്കാടാ ചിന്ന കൊണ്ടുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലപ്പോ നിങ്ങളോട്, ഇന്നലെ എത്ര വട്ടം ഞങ്ങളോട് പറഞ്ഞതാണ് ഈ കാര്യം. കുറച്ച് ദിവസത്തിനുള്ളൂ. എടാ ഞാൻ ആ പേരന്റെ ഏതെങ്കിലും ഒരു മൂലക്കിൽ എന്റെ കുട്ടികളെ എന്നിട്ട് വരിപ്പാ നിങ്ങളില്ലാതെ ആണ് നടക്കി കഴിയൂലടാ. ആരാ? എന്താ വിഷയം? ഒരു അഡ്മിഷന്റെ കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. അപ്പൊ ഒന്ന് സൈൻ ചെയ്യാനും. ആയിക്കോട്ടെ, ഉപ്പാനങ്ങോട്ട് അകത്തിരിക്കാം. പണ്ടിരുന്നു ഓഫീസേ ഇവിടെ ഇരുത്തിക്കൊള്ളു. ഓക്കെ ശരിപ്പാ, ഞാന് വിളിച്ചോണ്ട് കേട്ടാ. പിന്നെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഓക്കെ ഓക്കെ. ഞാൻ പോരടാ. എന്താണ് ഇപ്പൊ ഞങ്ങളോട് എത്ര പറഞ്ഞതാണ്, കുറച്ച് ദിവസം നിന്നാ ഞാൻ പേരന്റെ ഏതെങ്കിലും ഒരു മൂലക്ക്. അപ്പൊ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലേ? കുട്ടികളെ കാണാതിരിക്കാൻ പറ്റൂലടാ, അതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു, എന്റെ നിവൃത്തികേട് കൊണ്ടാണ്. നിങ്ങൾ കുറച്ച് ദിവസം നിന്നാ മതി. മോനെ ഞാൻ പോരടാ. അവളെ നിങ്ങൾക്ക് അറിയില്ലേ? കാണാതെ കഴിച്ചൂലടാ. അപ്പൊ പറഞ്ഞായിരിക്കട്ടാ, ഞാൻ പോകണം. എന്നോട് ആക്കി പോലടാ, ഞാനും പോര. എനിക്ക് നിങ്ങളെ കാണാതെ കഴിച്ചൂലടാ. ഇന്നെ കൊണ്ടോടാ, ഇന്നെ കൊണ്ടോടാ. എന്നോട് ഒറ്റക്കാക്കി പോലടാ. വരിപ്പാ, ഓ 2 ദിവസം കഴിഞ്ഞാൽ വരും. നിങ്ങൾ നടക്കി വരി. ഇവിടെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ പോലെ വരും. ഇപ്പൊ വരി. എന്റെ കുട്ടികളെ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞാലേ ഓനെ വരൂട്ടാ. നിങ്ങൾ വരി. അങ്ങനെ ആ ഉപ്പ എല്ലാ ദിവസവും ആ മകന്റെ വരവും കാത്ത് ആ ജനവാദക്കൽ ഇങ്ങനെ കാത്തു നിൽക്കും. എന്റെ മോനിട്ട് വന്നില്ല. മോനെ നാളെ വരും പറഞ്ഞിട്ടാ. നിങ്ങളെ കൊണ്ടാൻ വേണ്ടി നാളെ വരൂട്ടാ. അങ്ങനെ അവിടെ കൊണ്ടാക്കിയ 6ാമത്തെ ദിവസം ആ ബാപ്പ മരിച്ചു. എന്നിട്ട് അങ്ങനെ ആ മരിക്കണീൻ്റെ തലേന്ന് ആ ബാപ്പ ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ടാ. എൻ്റെ മോൻ നല്ലവനേന്, എന്നെ ഇവിടെ കൊടുന്നാക്കിന്, ഞാൻ ഒരിക്കലും അവനോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ടാ. അങ്ങനെ ആ മോനെ ഇതെല്ലാം അറിഞ്ഞപ്പോൾ മാനസികമായിട്ട് ആകെ തളർന്നു. അങ്ങനെ എല്ലാ ദിവസവും ആ മോൻ ഇവിടെ വരും. ആ ബാപ്പ കിടന്ന റൂമിൻ്റെ ജനവാതിലിൻ്റെ അരികിൽ വന്നിട്ട്
കുറേ പൊട്ടിക്കരയും, കുറേ മാപ്പ് പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോകും. ആ പോക്കാണ് നിങ്ങൾ കണ്ടത്. എന്നോട് ആക്കിക്കൊണ്ട് പോലടാ, ഞാൻ മോനെ ഇന്നെ കൊണ്ടോടാ, എന്നോട് ഒറ്റക്കാക്കി പോലടാ.